ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ജനിക്കുന്നതിനും മുമ്പേ എന്നെ അറിഞ്ഞിരുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ ഇന്നൊരു വചനഭാഗത്ത് ചിന്തിക്കുകയാണ്. നെഹമ്യാവ് 9:6 ഒന്ന് വായിച്ചാട്ടെ. നെഹമ്യാവ് 9:6. നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നീ അവയൊക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. സത്യവേദ പുസ്തകം അങ്ങനെ എഴുതുന്നു. NIV ഇച്ചിലൂടെ തനി മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങ് മാത്രമാണ് യഹോവ. സ്വർഗത്തെയും സ്വർഗാദി സ്വർഗത്തെയും അവയിലെ സർവ്വസൈന്യത്തെയും ഭൂമിയെയും അതിലെ സകലത്തെയും സമുദ്രത്തെയും അതിലുള്ള സകലത്തെയും അങ്ങുണ്ടാക്കി. അവയ്ക്കെല്ലാം അങ്ങ് ജീവൻ നൽകി. സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഇതാണ് വാക്യം. അതായത് സകലത്തെയും ഉണ്ടാക്കിയവനും സകലത്തിനും ജീവൻ നൽകിയവൻ്റെ പേര് യഹോവ എന്നാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഈ ഭൂമിയിലും കടലിലും ഉള്ള കാര്യങ്ങൾ മനുഷ്യന് മനസ്സിലാകും. പക്ഷേ സ്വർഗാദി സ്വർഗം, അവയിലെ സർവ്വസൈന്യം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ല. ഇതൊന്നും കണ്ണുകൊണ്ട് കാണാവുന്ന സാധനങ്ങളല്ല. POC ബൈബിളിൽ എഴുതിയേക്കുന്നത് ആകാശ സൈന്യം എന്ന് എഴുതിയേക്കുന്നത്. ആകാശ സൈന്യം അത് അദൃശ്യമാണ്. ആകാശ സൈന്യം അദൃശ്യമാണ്. ഹെവനുണ്ട്. യു ഹാവ് മെയ്ഡ് ഹെവൻ, ദ ഹെവൻ ഓഫ് ഹെവൻസ് എന്നൊക്കെ എഴുതിയേക്കുന്നത്. സ്വർഗവും സ്വർഗാദി സ്വർഗവും. ഇനി ലൂക്കാസ് സുവിശേഷത്തിൽ ഒരു വാക്യം വായിക്കാം. 16:8. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അത് ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അർത്ഥം ഇത് തന്നെയാണ്, സെയിമാണ്. ഈ ലോകത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ജാതികളെക്കുറിച്ചാണ് പറയുന്നത്. ബൈബിളിന് പുറത്തുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. തങ്ങളുടെ തലമുറക്കാരോട് ഇടപെടുന്ന കാര്യത്തിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ സാമർഥ്യമുള്ളവരത്രേ. ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനം പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസിക്ക് ലോകത്തിലുള്ള മറ്റ് ജാതിക്കാരെ വെച്ച് നോക്കുമ്പം ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ ശകലം ബുദ്ധി കുറവാണ് എന്നാണ് ബൈബിള് തന്നെ പറഞ്ഞത്. POC ബൈബിൾ എഴുതിയേക്കുന്ന ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. അത് ലോകത്ത് നോക്കി അറിയാം. വിശ്വാസികളെക്കാളും ജാതികൾക്ക് ബുദ്ധി കൂടുതലുണ്ട് എന്ന് ബൈബിളാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, വചനം പറഞ്ഞതാണ്. അതിൻ്റെ കാര്യം കൂടെ പറയാം. ജോബിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, 38-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം. ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണയിക്കാമോ? എൻ്റെ ബൈബിൾ അതിങ്ങനെ എഴുതുന്നു. NIV ബൈബിൾ എഴുതുന്നു, ആകാശമണ്ഡലത്തിൻ്റെ നിയമങ്ങൾ നീ അറിയുന്നുണ്ടോ? ഭൂമിയുടെ മേലുള്ള അവയുടെ സ്വാധീനത നിനക്ക് നിർണയിക്കാൻ കഴിയുമോ? എന്നതാ ഈ പറയുന്നത്? ആകാശമണ്ഡലത്തിൽ നിയമങ്ങളുണ്ടെന്ന്, ഭൂമിയുടെ മേൽ അവയ്ക്ക് സ്വാധീനമുണ്ടെന്ന്, ഭൂമിയിൽ ജനിച്ചവൻ്റെ മേലും അവയ്ക്ക് സ്വാധീനമുണ്ടെന്ന്. അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ഈ നക്ഷത്രങ്ങൾ, രാശികൾ, നാളുകൾ, അവയുടെ ചലനങ്ങൾ, സ്വാധീനങ്ങൾ ഒക്കെ ജാതിക്ക് ശാസ്ത്രീയമായിട്ടറിയാം. അവരുടെ കയ്യിൽ അതിനൊരു ശാസ്ത്ര ശാഖ തന്നെയുണ്ട്. വിശ്വാസിക്ക് ഇത് വല്ലതും അറിയാവോ? ഉയ്യോ, ദുരുപദേശം പറഞ്ഞെന്ന് പറയും. ഇത് ഞാൻ പറഞ്ഞതല്ലത്, ബൈബിള് പറഞ്ഞതാ. ആകാശമണ്ഡലത്തിലെ നിയമങ്ങൾ നീ അറിയുന്നുണ്ടോ? അപ്പോൾ ആകാശമണ്ഡലത്തിൽ നിയമമുണ്ട്, നീ അറിയുന്നുണ്ടോ എന്ന് ജോബിനോട് ചോദിച്ചതാ. ഭൂമിയുടെ മേലുള്ള അവയുടെ സ്വാധീനത നിനക്ക് നിർണ്ണയിക്കാൻ കഴിയുമോ? അവയുടെ സ്വാധീനത നിനക്ക് നിർണ്ണയിക്കാൻ കഴിയുമോ? നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? വിശ്വാസിയോട് ഇന്നും ദൈവം ചോദിക്കുക, നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ലോകത്തിൻ്റെ മക്കൾക്ക് നിങ്ങളെക്കാളും അറിവ് കൂടുതലുണ്ട്, നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? അപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ചവന് ഈ ആകാശമണ്ഡലത്തിലെ നിയമങ്ങൾ ബാധകമാണ്. ഈ നക്ഷത്രങ്ങളും രാശികളും നാളുകളും ചലനങ്ങളും സ്വാധീനങ്ങളും ഒക്കെ ഭൂമിയിൽ ജനിച്ചവൻ്റെ മേൽ ബാധകമാണ്. അമ്പോ, അയാൾ ദുരുപദേശം പറഞ്ഞു, ഇനി ഇത് കേൾക്കുന്നില്ല. പോകാൻ വരട്ടെ, ബാക്കിയും കൂടെ പറഞ്ഞേക്കാം ഞാൻ. ഈ വീണ്ടും ജനിച്ചവന് ഇതൊന്നും ബാധകമല്ല. ജനിച്ചവൻ ഇതെല്ലാം ബാധകമാണ്, വീണ്ടും ജനിച്ചവൻ ഇതൊന്നും ബാധകമല്ല. വീണ്ടും ജനിച്ചവൻ്റെ ജാതകം എവിടെയാണ് ഭൂമിയിലുള്ളത്? അവൻ്റെ സംവിധാനമെല്ലാം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സൃഷ്ടിയായ രാശി നക്ഷത്രമൊക്കെ അവനെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
വീണ്ടും ജനിച്ചവൻ ഇതൊന്നും ബാധകമല്ല. തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറും എല്ലാം അവനെ സംബന്ധിച്ച് സെയിമാണ്. ജാതിയെ സംബന്ധിച്ച് തെക്കോട്ട് ദർശനം ഇരിക്കുന്ന വീട് തന്നെ കൊള്ളുകയില്ല. തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കുള്ള വഴി തന്നെ മോശമാണ്. പക്ഷേ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നു, അബ്രഹാം വലിയ സമ്പത്തുമായിട്ട് തെക്കോട്ട് പുറപ്പെട്ടെന്നാണ് കിടക്കുന്നത്. അപ്പോൾ കയറി ഇറങ്ങിപ്പോയെന്ന്. അബ്രഹാമിൻ്റെ വഴി തെക്കോട്ടായിരുന്നു. അവിടെയൊന്നും അബ്രഹാമിനൊരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാം ഈ വീണ്ടും ജനിച്ചവന് അവൻ്റെ ജാതകം ഭൂമിയിലെ മനുഷ്യൻ്റെ കയ്യിലല്ല, അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യില്ല. അതുകൊണ്ട് അവനെ ഇതൊന്നും ബാധിക്കുന്നേ ഇല്ല. ഇത് യഥാർത്ഥ വിശ്വാസിക്ക് ഇതാ കാരണമെന്നും വിശ്വാസിക്ക് അറിയത്തില്ല. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനം 139 139 13, 14, 15, 16 വാക്യങ്ങൾ. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു, അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഈ സത്യവേദ പുസ്തകത്തിൽ ചില വാക്കുകളൊക്കെ വലിയ കടുകെട്ടിയായിട്ട് എഴുതിയേക്കുന്നത്. പിണ്ഡാകാരം, അഖിലാണ്ട മണ്ഡലം, ഇങ്ങനെയൊക്കെ ചില വാക്കുകൾ ഇങ്ങനെ കടുകെട്ടിയായിട്ട് എഴുതിയിട്ടുണ്ട്. സാധാരണ വിശ്വാസിക്കൊന്നും ഇതിൻ്റെ ഒന്നും അർത്ഥം അറിയത്തില്ലെന്നുള്ളതാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം. ഇതെഴുതിയിരിക്കുന്നു, അങ്ങ് എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചു, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ അങ്ങ് എന്നെ മെടഞ്ഞു. എന്നിട്ട് എഴുതിയിരിക്കുന്നു, ഭയങ്കരവും അത്ഭുതകരവുമായി അങ്ങ് എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പ്രവൃത്തികൾ ആശ്ചര്യം തന്നെ, ഞാനത് നന്നായി അറിയുന്നു. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അഗാധങ്ങളിൽ മെടയപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൾ അങ്ങേക്ക് മറഞ്ഞിരുന്നില്ല. ഞാൻ രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണ് എന്നെ കണ്ടു. മുമ്പേ ഒരു വാക്ക് പറഞ്ഞില്ല, പിണ്ഡാകാരം, അത് രൂപം പ്രാപിക്കുക എന്ന് അതിൻ്റെ തനി മലയാള അർത്ഥം. എനിക്ക് നിർണയപ്പെട്ടിരിക്കുന്ന ദിനങ്ങളൊക്കെയും അവ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായും അത്ഭുതകരമായ ഒരു സൃഷ്ടി, നിഗൂഢതയിൽ ഉരുവാക്കപ്പെടൽ, ഭൂമിയുടെ അഗാധതയിൽ മെടയൽ, എൻ്റെ അസ്ഥികൾ അങ്ങേക്ക് മറഞ്ഞിരുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ രൂപം പ്രാപിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എന്നെ കണ്ടു, മുന്നേ എൻ്റെ ദിനങ്ങൾ എഴുതപ്പെട്ടു. അത്ഭുതകരമല്ലേ? സ്തോത്രം. ഇനി ഇതിനകത്ത് പറയുന്നത് എൻ്റെ അന്തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നതാ? അത് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ബൈ ഇൻവേർഡ് പാർട്സ് എന്നാണ്. എൻ്റെ ആന്തരിക അവയവങ്ങൾ. ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ ഉണ്ടാകുന്നതിന് മുമ്പേ എൻ്റെ അസ്ഥികൂടവും കണ്ടു, എൻ്റെ ആന്തരിക അവയവങ്ങൾ വരെ കണ്ട ദൈവം. ഞാൻ എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം എന്ന് കണ്ട ദൈവം. ഇത് നമ്മൾ അബ്രഹാം മെൽക്കിസദേക്കിന് ദശാംശം കൊടുക്കുമ്പോൾ 4 തലമുറ അപ്പുറത്തുള്ള ലേവി അബ്രഹാമിൽ ഉണ്ടായിരുന്നെന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. ഈ ശൗൽ രാജാവ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം അവനെ മാറ്റാൻ തീരുമാനിച്ചു. അടുത്ത രാജാവിൻ്റെ പേര് ദാവീദ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ രാജാവ് അന്ന് ഉണ്ടായിട്ട് പോലുമില്ല. അപ്പം ഉണ്ടാകുക പോലും ചെയ്യാത്ത മനുഷ്യൻ്റെ അസ്ഥികൂടവും ആന്തരിക അവയവങ്ങളും അവൻ എവിടെ ജീവിക്കും, ഏത് കാലത്ത് എങ്ങനെ ജീവിക്കും എന്നൊക്കെ അറിയുന്ന ഒരു ദൈവം. അത്രയും ശക്തനായ ഒരു ദൈവം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞിരുന്ന ദൈവമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന കാര്യങ്ങളൊന്നും ദൈവം അറിയാതെ അല്ല. ദൈവം അറിയാതെ അല്ലാത്തത് കൊണ്ട് ആ കാര്യത്തിൽ ഞാൻ ഭാരപ്പെടേണ്ട കാര്യവുമില്ല. ഇപ്പം നമ്മൾ പറയും ചിലത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് പറ്റുതാന്ന്. നിശ്ചയമായിട്ടും പറയട്ടെ, ജോസഫ് സ്വപ്നം കണ്ടത് വിളിച്ച് പറയേണ്ടത് ആവശ്യമായിരുന്നു. 2 പ്രാവശ്യം സ്വപ്നം കണ്ടതുകൊണ്ടാണ് അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അതുപോലെ വെറുപ്പായത്. അതുകൊണ്ടാണ് അവനെ പൊട്ടക്കണ്ടി പിടിച്ചിട്ടത്. പൊട്ടക്കണ്ടി ഇട്ടത് കൊണ്ടാണ് അവനെ അവിടുന്ന് വലിച്ചു കയറ്റി അടിമകൾക്ക് വിറ്റത്, കച്ചവടക്കാർക്ക് വിറ്റത്. കച്ചവടക്കാർ അവനെ അടിമച്ചന്തയെ കൊണ്ടു നിർത്തേണ്ടത് ആവശ്യമായിരുന്നു. അടിമച്ചന്തയിൽ നിന്ന് പോത്തിഫർ അവനെ വാങ്ങേണ്ടത് ആവശ്യമായിരുന്നു. പോത്തിഫറിൻ്റെ വീട്ടിൽ അവൻ ജോലിക്ക് നിൽക്കേണ്ടത് ആവശ്യമായിരുന്നു. പോത്തിഫറിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിടത്തുന്ന അവന് പോത്തിഫറിൻ്റെ ഭാര്യയുമായുള്ള അവിഹിതത്തിൽ പോയി പെടാൻ അനുവദിക്കാതെ അവിടുന്ന് ജയിലിലേക്ക് പോകേണ്ടത് ആവശ്യമായിരുന്നു. ജയിലിൽ പോയി കിടന്നപ്പോൾ കൂട്ടത്തിൽ രാജാവിൻ്റെ അപ്പക്കാരനും പാനപാത്രക്കാരൻ്റെയും കൂട്ടത്തിൽ കിടക്കേണ്ടത് ആവശ്യമായിരുന്നു. അവിടുന്ന് ദർശനങ്ങൾ പറഞ്ഞ് വെളിയിൽ വരേണ്ടത് ആവശ്യമായിരുന്നു. അവിടുന്ന് അവൻ മന്ത്രിയായി മാറാൻ ഇതെല്ലാം ആവശ്യമായിരുന്നു.
അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയതൊന്നും അബദ്ധങ്ങളൊന്നുമല്ല, ദൈവം അറിയാതെയല്ല. ചില അബദ്ധങ്ങളൊക്കെ കൈപ്പറപ്പ് കൊണ്ട് പറ്റി കാണും, പക്ഷേ അങ്ങനെ അല്ല ഇതിൻ്റെ സാഹചര്യങ്ങൾ കിടക്കുന്നത്. നിശ്ചയമായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക, ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം. നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ നിങ്ങളെ അറിയാമായിരുന്ന ദൈവം ഇന്ന് നിങ്ങളുടെ അവസ്ഥകൾ ദൈവത്തിനറിയാം. നാളെ ഇതിനെല്ലാം മാറ്റം വരും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുപോകും, നിത്യത ഉറപ്പാക്കി തരികയും ചെയ്യും. പക്ഷേ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ മർമ്മം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, കടത്തിക്കൊണ്ടുവരുന്ന വഴികൾ വിധങ്ങൾക്കായി സ്തോത്രം. ചിലതൊക്കെ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെയും അതെല്ലാം നന്മയാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ നഷ്ടങ്ങൾ, ഞങ്ങളുടെ അവസ്ഥകൾ, സാഹചര്യങ്ങളെല്ലാം ഞങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി മെടഞ്ഞ് ഞങ്ങളെ പണിത ദൈവമേ, ഞങ്ങളെ ഉരുവാക്കുന്നതിന് മുമ്പ് തന്നെ, അമ്മയുടെ ഗർഭത്തിൽ ഞങ്ങൾ രൂപപ്പെടുന്നതിന് ഉൾപ്പെടെ തന്നെ ഞങ്ങളുടെ ആന്തരിക അവയവങ്ങളെ വരെ കണ്ട ദൈവമേ, അങ്ങയുടെ അഗാധമായ അങ്ങയുടെ ജ്ഞാനത്തെ ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഭൂമിയും ഇതിലുള്ള സർവ്വതും ഉണ്ടാക്കി ജീവനും എല്ലാം കൊടുത്ത ദൈവമേ, സ്വർഗീയ സൈന്യങ്ങൾ, ആകാശമണ്ഡലങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകലതിനെയും മാറ്റിക്കളഞ്ഞ ദൈവമേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങൾക്ക് ജ്ഞാനവും ബുദ്ധിയും അറിവും അധികമായി നൽകി ഞങ്ങളെ നിലനിർത്തി അനുഗ്രഹിക്കണമേ, കൃപയാ നിർത്തണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.